അപ്പോൾ ഞായറാഴ്ച ചോറൂണൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ വീട് പണി നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പെട്ടെന്നൊന്ന് റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ്. വഴി നല്ല കയറ്റം, പിന്നെ ഇറക്കം, പിന്നെ വഴി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ കൊന്നത്തടിയിൽ നിന്ന് പാറത്തോട്ടിലേക്ക് ഷോർട്ട് കട്ടാണ് കേട്ടോ ഈ വഴി. പിന്നെ ഇടുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് നോക്കിയാലും ചുറ്റും ഇങ്ങനെ മലനിരകൾ കാണാം കേട്ടോ. നമ്മൾ മലനിരകൾക്ക് നടുവിലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുവേ. എവിടെ നിന്ന് നോക്കിയാലും ഇതാണ് കാഴ്ച. അങ്ങനെ നമ്മൾ പാറത്തോട് ടൗണിലേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അതാ നമ്മൾ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ അടിച്ചിങ്ങനെ നിർത്തിയേക്കുവാണ്. പണികളൊക്കെ അല്പം സ്ലോ മോഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണിതുകൊണ്ടിരുന്ന പണിക്കാരൊക്കെ ഈ ഇലക്ഷൻ പ്രമാണിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. അതോടുകൂടി പണി പെൻഡിങ്ങിലായിരിക്കുകയാണ്. മഴയൊക്കെ ആവുന്നതിന് മുന്നേ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ജൂണോട് കൂടി മഴ ആരംഭിക്കുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും പണിയൊക്കെ തീരുമോയെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം പണികളൊക്കെ പുനരാരംഭിക്കാനായിട്ട്. പിന്നെ എപ്പോഴും നമ്മളങ്ങനെ കറക്റ്റ് പ്ലാനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പെരപണിയൊക്കെ അതിൻ്റേതായ സമയത്തല്ലേ നടക്കുകയുള്ളൂ. നമ്മൾ ഇന്ന സമയത്ത് കയറി താമസിക്കണം, ഇന്ന സമയത്ത് പണി തീർക്കണം എന്നൊന്നും വിചാരിച്ചാൽ അത് നടക്കുകയില്ല. ഒരുപാട് പേരെ ആശ്രയിച്ച് നടക്കുന്ന ഒരു പണിയാണല്ലോ പെരപണി. അപ്പം തീരുമ്പോൾ തീരട്ടെ, അപ്പോൾ അങ്ങോട്ട് വരാമെന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എങ്കിലും മഴയൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ വരണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിയെത്തുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, ഒരുപാട് വലിയ മരങ്ങൾ. നമ്മുടെ പറമ്പിലല്ല കേട്ടോ, തൊട്ടപ്പുറത്തെ പറമ്പിൽ വലിയ മരങ്ങളാണ് കേട്ടോ, ഒത്തിരി ഉയരത്തിൽ. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ സന്ധ്യ ആവാറായിരുന്നു. ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് ഇനി എന്താ പ്ലാൻ, അടുത്ത പരിപാടി എന്താണ്, ഇനി എന്തൊക്കെ ചെയ്യണം ഒക്കെ പ്ലാനിങ് ഒക്കെ നടത്തുന്നത് ഇവിടെ വന്നിരുന്നിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഷേക്കൊക്കെ കുടിച്ചു. അതിനുശേഷം ബിസ്ക്കറ്റ് എപ്പോഴും വേണം വീട്ടിൽ. മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ആരാധകയാണ് ഞാൻ. എനിക്ക് എപ്പോഴും 2 മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ സന്തോഷമാണ് ചായ കുടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പച്ചക്കറികളൊക്കെ തീർന്നു, വൈകുന്നേരം ആയതുകൊണ്ട്. എങ്കിലും ഉള്ളതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.